കൊല്ലം ബീച്ചിന് സമീപം വാടിക്കുന്ന് എന്ന് പറഞ്ഞ പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായിക്കൊണ്ട് ആ തീരപ്രദേശത്തുള്ളവരെല്ലാം ഇന്ന് റോഡ് തടഞ്ഞിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും ഇതേണക്ക് ഈ കടലാക്രമണം കൊണ്ട് വീട് നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഇതേണക്ക് അവർ ജനകീയമായ പ്രക്ഷോഭം നടത്തുമ്പോൾ MP ആവട്ടെ MLA ആവട്ടെ അധികാരികളെല്ലാം ഒന്ന് സമാധാനിപ്പിക്കും, ഉടനെ തന്നെ നമുക്കൊരു പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയിട്ടില്ല. ഇവിടെ മേയർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. കോർപ്പറേഷനിലെ മേയർ ഇവിടെ വരുമ്പോൾ പറയുന്നത് നിങ്ങളുടെ MP കോൺഗ്രസിൻ്റെ MP ആണ്, കോൺഗ്രസ് MP എടുത്ത് പരാതി പറയും, MP ആണ് പരിഹരിക്കേണ്ടത്. MP വന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സർക്കാരാണ് പരിഹരിക്കേണ്ടത്, സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടും. ഇങ്ങനെ പരസ്പരം MPയും മേയറും MLA എല്ലാം വന്ന് പരസ്പരം ആരോപണം ഉന്നയിച്ച് പോകുന്ന ഒരു പ്രവണതയാണ് ഇന്ന് ജനങ്ങൾ അവരുടെ മുമ്പിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അധികം തട്ടിയിടിക്കുന്നല്ലാതെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമില്ല. ഇപ്പൊ ഈ തീരദേശത്തിന്റെ നിലപാട് എന്താണെന്നുള്ള വസ്തു അറിയുന്നത്. ഇതിവിടെ ആൾക്കാർ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തേക്കാണോ, അതോ ഇവരെ പുനരുദ്ധരിക്കാനുള്ള പ്ലാനോ പദ്ധതി എല്ലാം ഉണ്ടോ? ഇത് കൃത്യമായിട്ട് അറിയണം ജനത്തിന്. കാരണം ഒത്തിരി നാളായിട്ട് ഈ ആൾക്കാരെ പാവങ്ങളെ ഇട്ട് ഞങ്ങൾ ചെയ്തു തരാം, അടിയന്തരമായിട്ട് ചെയ്തു തരാം, എല്ലാവരും ചെയ്തു തരാമെന്ന് പറയും. പക്ഷെ ഒരു കാര്യം പോലും ഇവരെ നീക്കുന്നില്ല. ഇപ്പം ബഹുമാനപ്പെട്ട കളക്ടറും മറ്റുള്ളവർക്ക് വന്ന് കണ്ടിട്ടുണ്ട്, ഇനിയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള വാഗ്ദാനമാണെങ്കിൽ ഈ പാവങ്ങളോടെ പോകും. തീരദേശ മേഖലയുള്ള ജനങ്ങളോടാണല്ലോ ഇങ്ങനെ ക്രൂരത. ഇത് കണ്ട് ഒരു അപകടം വരുമ്പോൾ അന്നേരം ഒരു വാഗ്ദാനം തന്നു പോകുന്നതല്ലാതെ ശാശ്വത പരിഹാരം കാണത്തുന്നത്. അതാണ് ഞങ്ങളുടെ ചോദ്യം. എന്ന് വെച്ചാൽ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ഇവരുടെ നിലപാട് എന്താണ്? ഈ ജനത ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ടാണോ ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നത്? അതല്ല രാജ്യത്തിന്റെ സമ്പത്ത് സ്വത്തൊക്കെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഉള്ളെങ്കിൽ ഇത് ആ സംരക്ഷിക്കണ്ടേ? കര മുഴുവൻ കടലെടുത്ത് പോകാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണോ? അതോ നാളെ ഇവർ ഒഴിഞ്ഞു പോകുമ്പോൾ ഇവർ വൻകിട പദ്ധതികൾ കൊണ്ടുവന്ന് ഇത് വസൂലാക്കുമോ? എന്നിട്ട് അവരുടെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇത് കൊടുക്കുമോ? എന്താണ്? കാരണം ഇത് പരമ്പരാഗതമായിട്ട് ഇവിടെ താമസിച്ച് വന്നവരാണ് ഇവരെല്ലാം. ഇവരാരും കുടിയേറ്റക്കാരല്ല, ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്. പക്ഷേ ഈ പ്രകൃതി ഈ രീതിയിൽ കാണിക്കുമ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികളാണ് അതിന് വേണ്ടിയിട്ടുള്ള ശാശ്വത പരിഹാരം ഉണ്ടാക്കേണ്ടത്. വോട്ടിന്റെ കാര്യം പറയാനേ ഒരു മാസമായിട്ട് വന്നു, ഒരു മാസത്തിന് മുന്നേ വന്നു. കുറച്ച് പത്രത്തിന്റെ ഇവിടെ കുറെ ഇത് ഒട്ടിച്ച് ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഈ പോയ വീട്ടുകാർക്കോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവരുണ്ട്, അവർക്ക് ആർക്കും ഒന്നും ചെയ്തിട്ടില്ല. 20 ദിവസത്തിന് മുമ്പേ സാറും മേയർ ഉൾപ്പെടെ ഇവിടെ വന്നിട്ട് പോയതാ. 20 ദിവസത്തിന് മുമ്പേ ഇതുവരെക്കായിട്ട് 20 ദിവസമായി ഇതുവരെക്കായിട്ട് ഒരു നടപടി എടുത്തിട്ടില്ല. ഈ വീടുകൾ വീടിന് തൊട്ടടുത്ത് കടലിരിക്കുന്ന സമയത്ത് നിങ്ങൾ വന്നിട്ട് പോയാ ഇപ്പൊ ആ വീടുകൾ പോയി. ഇത് പോയിട്ട് എന്തോ നിങ്ങൾ മറുപടി പറയുന്നത്? ഇതിനു മുമ്പ് 3 വർഷത്തിന് മുമ്പ് ഞങ്ങൾ 2 മാസം മുമ്പല്ല സാറേ, ഇത് 3 വർഷത്തിന് മുമ്പേ, ഒരു വർഷത്തിന് മുമ്പേ കടൽ കയറാൻ തുടങ്ങിയതാ. പറയുന്ന മനസ്സിലാക്കുക. സാർ കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് പറയും, കേരള സർക്കാരിന്റെ കാര്യം പറയും. ഇവിടുത്തെ MP ആയിരുന്നു കഴിഞ്ഞ കൊല്ലം അല്ലെ? മനസ്സിലാക്കണേ. 4 കോടി നമുക്ക് ഒരു മണ്ഡലത്തിൽ ചെലവാക്കാൻ ഒരു വർഷം കിട്ടുന്ന 52 ലക്ഷം രൂപയാണ്. അത് ഇത്തരത്തിലുള്ള വർക്കുകൾ, ഇത് കോടിക്കണക്കിന് രൂപ ആവശ്യമായിട്ടുള്ള ഫണ്ടാണ്. അതൊരു MP വിചാരിച്ച് നടക്കത്തില്ല, MP ഫണ്ട് ചെയ്യാൻ ഒക്കത്തില്ല. ഞാൻ പറയാം പ്ലീസ്, ഇത് ഗവൺമെന്റ് ചെയ്യേണ്ട വർക്കാണ്. ഈ ഗവൺമെന്റിനെ ജയിക്കാനാണ് നമ്മൾ ഇവിടെ നിങ്ങളെ ജയിപ്പിച്ച് വിടുന്നത് തന്നെ. മനസ്സിലായി? ഞങ്ങൾക്ക് നേരിട്ട് ഗവൺമെന്റ് പിണറായി വിജയന്റെ അടുത്ത് പോയി പറയാൻ പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ നിങ്ങൾ ജയിപ്പിച്ച് വിടുന്നത്. ഞങ്ങൾ ഇവിടെ കൗൺസിലർ ഉണ്ട്, മേയർ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത്.
ഇവരുടെ അടുത്തെല്ലാം ചോദിക്കാൻ പറയാം ഞങ്ങൾ എന്ത് ചെയ്യാനാ ഇവരെന്തിനാ ഇവര് ജയിക്കാൻ ഇവരെന്തിനാ ഇവിടെ നിൽക്കുന്നത് ഇലക്ഷൻ ചെയ്തത് എന്തിനാ എംപിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എംപിയുടെ കീഴിലുള്ള എല്ലാ രാഷ്ട്രീയം ബി ജെ പി വന്നിട്ട് പോയത് ഞാൻ പറഞ്ഞെന്താണ് സാറ് ഞങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു എംപിയാ. സാറിന് ഒന്നും ചെയ്യാനില്ലെന്നല്ല, ഇൻഫ്ലുവൻസ് ചെയ്യാനെന്ന് ഇതിന് നേരത്തെ ചെയ്യാവുന്ന ഒരു എം പി എന്ന നിലയിൽ മന്ത്രിക്ക് ചെയ്യാൻ പറ്റത്തില്ല. MLA ആയാലും ഇതിനകത്ത് നടപടി എടുക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും ഗവൺമെന്റാണ്. ഇപ്പൊ MP ആയാലും MLA ആയാലും ഈ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, അതിനുവേണ്ടി നിരന്തരമായ നിലപാട് സ്വീകരിക്കുക, ഇതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്. ഇതിനുവേണ്ടി സാർ എന്ത് നിലപാട്? ഇതാണ് ഞാൻ പറഞ്ഞു. ഞാൻ വന്ന് കണ്ടതിന് ശേഷം ഞാൻ വന്ന് കണ്ട് സിറ്റുവേഷൻ രാഷ്ട്രീയമായിട്ടാണെങ്കിൽ വേറെ മറുപടി ഞാൻ പറയാം. എന്നോട് പറയണ്ട, നിങ്ങൾ വേറെ MLA പറയുന്നത് വേറെ പറയുന്നത് ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് MLA പറയുന്നത് മേയർ പറയുന്നതും ഒക്കെ വേറെ രാഷ്ട്രീയം. അത് നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ വന്ന് കണ്ടതിന് ശേഷം ഈ കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു, രേഖാമൂലം നിവേദനം കൊടുത്തു, കളക്ടറുമായി ചർച്ച നടത്തി, അടിയന്തരമായി നടപടികൾ സ്വീകരിക്കും. സർക്കാർ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ തല നടപടികൾ ഇതിനാവശ്യമാണ്. ഫണ്ട് അനുവദിക്കണം, ഭരണാനുമതി വേണം, സാങ്കേതികാനുമതി വേണം, ഈ കാര്യങ്ങളെല്ലാം വേണം. നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യവും ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ വേണം അതിന്റെ കോപ്പി നിങ്ങൾക്ക് തരാം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് 10 ലക്ഷം രൂപ വെച്ച് നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത് അത് ചെയ്യാം ഗവൺമെന്റ്. 10 ലക്ഷം രൂപ വെച്ച് ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ സമ്മതിച്ചിട്ടുള്ള വീട്ടുകാർക്ക് ആ പൈസ കൊടുക്കാം. അതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാഷ്വാലിറ്റി ഒഴിവാക്കാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യേണ്ടത് ഗവൺമെന്റാണ്. ഞാനിപ്പോ ഒരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താമില്ല. അത് ഗവൺമെന്റ് തലത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് നിർബന്ധമായും ഇടപെടാനും പറയാനും കളക്ടറുമായി ചർച്ച ചെയ്യാനും അല്ലാതെ ഫണ്ട് അനുവദിക്കാൻ MP-ക്ക് അധികാരമില്ല. ഗവൺമെന്റ് തലത്തിലാണ് ചെയ്യേണ്ടത്. പ്രേമേന്ദ്രൻ സാർ അങ്ങോട്ട് പോയി. പ്രേമേന്ദ്രൻ പറഞ്ഞു, സാറേ എന്റെ വീട് കടലിൽ കിടക്കുന്നു. ഞാൻ നൗഷാദ് സാറിനെ പോയി കണ്ടു. ഒരു പാർട്ടിക്കാർ ഇവിടെ നിൽക്കുന്നില്ല, നമ്മളെ പോലെ പാവത്തുങ്ങൾ. എൻ്റെ വീട് വീണിട്ട് നോക്കാറ് എല്ലായിടത്തും കടന്നിട്ട് വരുവാ. ഞാൻ ഓടുക TV-യുടെ കണ്ടിട്ട് വരും എളുപ്പിന്. എൻ്റെ വീട് വീണിട്ട് 9 മാസമായി. എന്നിട്ട് ഇവർ ആരും വന്ന് നോക്കില്ല. ഇവർ ആരൊക്കെ ഞങ്ങൾ വോട്ട് ചെയ്യണ്ടേ? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഇവർ നിൽക്കണ്ടേ? ഇവർ ഓരോരുത്തരെന്ന് പറയാം ഇവിടുത്തെ കോൺഗ്രസ്സുകാരോ പിന്നെ BJP-ക്കാരോ എന്തെങ്കിലും ചെന്ന് പറഞ്ഞാൽ അവരായിട്ട് നടത്തി അവർ നട്ടലൊടിച്ചാലും തരും. ഇനി ഇവർക്ക് കൊടുക്കത്തില്ല. അവരുടനെ പുഴയിൽ വിളിച്ചു വരും, ആ വരുന്ന ഇന്ന ആളാണ്, കൊടുക്കരുത്, അവൻ എന്തെങ്കിലും പറഞ്ഞങ്ങ് വിട്. കളക്ടർ സാർ എന്നെ ചേംബറിൽ വിളിച്ചിട്ട് സംസാരിച്ച് ഒപ്പിട്ട് തന്ന പേപ്പറായത്. അല്ല, ഇതിനകത്ത് MP MLA എന്നല്ല എൻ്റെ അകത്ത്. ഇതുവരെ കേരളം ഭരിച്ച 2 മുന്നണികളും ഇത്രയും കാലമായിട്ട് ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ഒന്നടങ്കം ചതിച്ചിട്ടിരിക്കുകയാണ്, അവഗണിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് ആ സമയത്ത് ഒരു പ്രശ്നം വരുമ്പോൾ ഇവരെവിടെയും കൊണ്ട് സ്കൂളിലോ മറ്റോ താമസിപ്പിക്കുക, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, താൽക്കാലിക പരിഹാരം കൊടുത്ത് ഇത്രയും കാലം കൊണ്ടുപോയി. എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇവരോട്, അതാ നമുക്ക് ഈ ശാശ്വത പരിഹാരമാണ് എപ്പോഴും തേടേണ്ടത്. എന്നേക്കുമായി ഇവരുടെ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണം. അതിന് ഞാനിവിടെ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കോർപ്പറേഷനുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്. ഇവരെല്ലാവരും എന്ത് ചെയ്തു? ശാശ്വത പരിഹാരത്തിന് ഇവരെ എന്തെങ്കിലും വിളിച്ചൊരു ചർച്ച നടത്തിയിട്ടുണ്ടോ? കാരണം കോൺഗ്രസ്സുകാരൻ്റെയും BJP-ക്കാരൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും എല്ലാവരുടെയും വീട്ടിൽ കടൽ കയറും, വെള്ളം കയറും. കടലിനോ വെള്ളത്തിനോ അങ്ങനെ പാർട്ടിയോ ജാതിയോ മതമോ ഇല്ല. അപ്പോൾ ഇതിന് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ വരാൻ പോകുന്നത് കേന്ദ്രത്തിൽ BJP മുന്നണി വരുന്ന ഏകദേശം ഉറപ്പായിരിക്കുന്ന അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇതുവരെ ആർക്ക് വോട്ട് ചെയ്തു ഞാനൊന്നും പറയില്ല. നാളെയും നിങ്ങൾ ആർക്കും വോട്ട് ചെയ്തു. പക്ഷേ ഇത്തവണ നിങ്ങൾ ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിന് ഒരു വിജയം ഉണ്ടാക്കാൻ, അതായത് എന്തായാലും ഭരണത്തിൽ വരുന്നു, കേരളത്തിൽ നിന്ന് MP-മാരെ സൃഷ്ടിക്കുക. ഇതിനുള്ള ഏക പോംവഴിയുടെ തുടക്കം അതായിരിക്കും. ഇടപെടാൻ ഞാൻ തയ്യാറാണ്. ഏത് വിഷയം വന്നാലും ഞാൻ ഇടപെടും. പക്ഷെ ഇടപെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അധികാരം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരത്തിന് ഒരു വഴി ഉണ്ടാക്കാം.